പിണറായി വിജയന്റെ നവകേരള യാത്ര നാളെ കാസർഗോഡ് നിന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ലാവ്ലിൻ കേസും മറ്റ് ആശങ്കകളുമായി ആരൊക്കെയാണ് പിന്നാലെ കൂടുന്നത്? ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, T സിദ്ദിഖ്, മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ PP ജെയിംസ്, ശ്രീ ഡെക്കാൻ ക്രോണിക്കിൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KJ ജേക്കബ് എന്നിവർ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, നവകേരള യാത്ര നാളെ ആരംഭിക്കുകയാണ്. യാത്ര എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് നാളെ തുടങ്ങുന്നത്? യാത്ര സംബന്ധിച്ച് ഇതിനകം തന്നെ കൃത്യമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ ജാഥയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, അഴിമതി വിമുക്തമായ ഒരു കേരളം. 2, മതനിരപേക്ഷ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു മതനിരപേക്ഷ കേരളം. 3, സമഗ്ര വികസനം. ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. 3 ആനുകാലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നവകേരള മാർച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നാളെ ആ മാർച്ച് ആരംഭിക്കുകയാണ്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകൾ. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മാറി BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ BJPക്കാർ അന്ന് വളരെ ശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അഴിമതി വിമുക്തമായ ഒരു ഇന്ത്യ പടുത്തുയർത്തുമെന്നാണ്. പക്ഷേ ഇന്ന് BJP ഗവൺമെൻറ്റുകൾ, BJPയുടെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യാപം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുറത്തു വരികയുണ്ടായി. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലുമൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ കേരളത്തിലാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നമുക്കെല്ലാം അറിയുന്നത് പോലെ, ആർക്കും ഒരു മുഖവരിയില്ലാതെ മനസ്സിലാകുന്നത് പോലെ സരിതാ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ തട്ടിപ്പ്, അതുപോലെ തന്നെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ്. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അഴിമതി നടത്താത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാണ് ശരി. അതുപോലെ തന്നെ 6ഓളം മന്ത്രിമാർ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിജിലൻസ് കേസ് അന്വേഷണത്തിൻ്റെ പിടിയിലാണ് ഉള്ളത്. ഒരു മന്ത്രിയുടെയെങ്കിലും രാജിവെച്ച് പോകേണ്ടി വരുന്ന, മന്ത്രിക്കെങ്കിലും രാജിവെച്ച് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി. ഈ പരിതസ്ഥിതിയിൽ അഴിമതി വിരുദ്ധമായ ഒരു കേരളം പടുത്തുയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം മതനിരപേക്ഷതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മതവർഗീയത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്ത്യയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാം, സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ, ഒരു അസഹിഷ്ണുതയുടേതായ നാളുകൾ, മാസങ്ങൾ, അതാണ് BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. കോൺഗ്രസിൻ്റെ അതേ സാമ്പത്തിക നിലപാടുകളും നയങ്ങളും അംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ തന്നെ പിന്തിരിപ്പിൻ നിലപാടിൻ്റെ ഭാഗമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ BJP വളരെ ശക്തമായ രീതിയിലുള്ള വർഗീയ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും യോജിക്കേണ്ടുന്നൊരു പശ്ചാത്തലമാണ് ഉള്ളത്. ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഭക്ഷണം കഴിക്കുന്നവർക്കല്ല അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു, ബീഫല്ല എന്ന് പിന്നീട് പറഞ്ഞു, ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ബീഫ് സൂക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബീഫാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് മനസ്സിലായത് അത് ആട്ടിറച്ചിയാണ് എന്നാണ്. ആ മനുഷ്യനെ, ആ കുടുംബത്തിൻ്റെ നാഥനെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ ഉണ്ടായി. ബീഫ് കടത്തുന്നു അല്ലെങ്കിൽ പശുവിനെ കടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഓരോ ഘട്ടങ്ങളിലായി കടക്കാം. ഇപ്പോൾ ഈ നവകേരള യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ CPMന്റെ പ്രതിയോഗി എന്ന് പറയാവുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഈ യാത്രയെ ഏത് രീതിയിലാണ് വരവേറ്റത് എന്ന് കണ്ടല്ലോ. അവിടെ ഈ ജാഥയുടെ ക്യാപ്റ്റനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കേസിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതാണ് നമ്മൾ ഇതിനകം കണ്ടത്.
അത് ഒന്നും ഏശുന്നില്ല എന്നാണോ അതിനെ സംബന്ധിച്ചുള്ള ഉപഹർജി കോടതിയിലേക്ക് എത്തി 48 മണിക്കൂർ തികയാൻ പോകുമ്പോൾ യാത്ര തുടങ്ങുന്നതിന് ഇനി 12 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ CPM വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നേയില്ല. അത് അവജ്ഞയോടെ തള്ളുക എന്നുള്ളതാണ്. അത് ഞങ്ങളാരും പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ്. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ കട്ട് മുടിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തെ, അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനത്തെ, നിശ്ചലമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത ഒരു ഗവൺമെൻറ് സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ജാഥയ്ക്ക് ബദലായി ജാഥയുടെ നേതാവ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് ഒരു കടന്നാക്രമണം നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ ആയുധമൊന്നും പോരാ ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെയും CPMനെയും നേരിടാനെന്ന് ഈ ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഈ മണിക്കൂറുകൾക്കകം തന്നെ അവർക്ക് വ്യക്തതയോട്. ശ്രീ ഗോവിന്ദ മാഷ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ ടി സിദ്ദിഖ്, ഇതാണിപ്പോൾ CPM വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ മണിക്കൂറുകൾ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷമുണ്ടായ പ്രതികരണങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച തലത്തിലേക്കല്ല രാഷ്ട്രീയമായി ലാവ്ലിൻ കേസിനെ കൊണ്ടുവന്നെത്തിക്കാൻ നിങ്ങൾക്കിപ്പോൾ ആയിട്ടുള്ളത്. അത് തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. സിമ്പതി മുഴുവൻ പിണറായി വിജയന് കിട്ടുന്ന അവസ്ഥയിലേക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ ഈ ചർച്ച വരുന്നു എന്നുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെയാണോ വിലയിരുത്തുന്നത്? അല്ല, സിമ്പതി ശ്രീ പിണറായി വിജയന് വരും. അതിൽ പിണറായി വിജയൻ ഒരൊറ്റ കാര്യം കൂടെ പിണറായി വിജയൻ വിധേയനാകണം. പിണറായി വിജയൻ ശ്രീ ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയനായി, വിചാരണയ്ക്ക് വിധേയനായി, അദ്ദേഹം സാക്ഷിക്കൂട്ടിൽ കയറി അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ കയറി തനിക്ക് പറയാനുള്ളതായ കാര്യങ്ങൾ, തന്നോട് ചോദിക്കുന്നതായ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പറ്റും. പക്ഷേ ഇവിടെ നടന്ന കാര്യം എന്താ? ഇവിടെ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പിണറായി വിജയൻ ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയനാകാതെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. CBIയുടെ എൻക്വയറി റിപ്പോർട്ടിൽ കണ്ടെത്തിയതായിട്ടുള്ള വിപുലമായ ഒരു കണ്ടെത്തലുണ്ട്. കേരളത്തിൻ്റെ ഖജനാവിനാണ് നഷ്ടം പറ്റിയത് 374.5 കോടി രൂപ. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് 100 കോടി രൂപയ്ക്ക് ഈ 3 വൈദ്യുതി നിലയത്തിന്റെ നവീകരണത്തിന്റെ കരാർ നടത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ ടി സിദ്ദിഖ്, അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളെ പോലുള്ള UDFനെ ഡിഫെൻഡ് ചെയ്യുന്ന നേതാക്കളും ഒക്കെ ഇത് മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ CBI കോടതി തന്നെ ഇത് തള്ളിക്കളഞ്ഞ കാര്യം. ഇപ്പം ഈ ഉപഹർജി കഴിഞ്ഞ 2 വർഷമായി മുന്നോട്ട് വരാതെ ഇപ്പോൾ വന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഒരുപക്ഷെ നിങ്ങൾ നിയമപരമായി കൃത്യമാണ് എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോഴും രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്നാണ് നിഷ്പക്ഷ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അത് ജനങ്ങൾ കണക്കിലെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അല്ല, ഇതിൽ നിരീക്ഷകന്മാർ 2 രീതിയിൽ പറയുന്നവരുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ചെയ്തതാണ്. നിയമവിദഗ്ധന്മാരും ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ അങ്ങനെ പറയുന്നു, നിഷ്പക്ഷരായിട്ടുള്ള കുറേ ആളുകൾ പറയുന്നത് ഇത് നേരത്തെ നൽകേണ്ടിയിരുന്നതാണ്. അപ്പോൾ നേരത്തെ നൽകേണ്ടിയിരുന്ന ഒരു ഹർജി വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഗവൺമെന്റ് അതിനകത്തൊരു കൃത്യമായ ഉത്തരവും ആവശ്യമുണ്ട്. ടി സിദ്ദിഖ്, എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ നൽകിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നോ പണ്ടത്തേതുപോലെ? ഒരിക്കലും അല്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, സത്യത്തിൽ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടിയിരുന്നത് CBI ആണ്. CBI ആണ് റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. നന്ദകുമാറാണ് റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. CBI കൊടുത്ത റിവിഷൻ പെറ്റീഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രതിയല്ല, നന്ദകുമാർ കൊടുത്തിട്ടുള്ളതിൽ സ്റ്റേറ്റ് പ്രതിയാണ്. 2.5 കൊല്ലമായി ഈ കേസ് ഹൈക്കോടതിയിൽ കിടക്കുക. ഒരു വിചാരണയ്ക്കാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാതെ 2.5 വർഷമായി ഈ കേസ് കെട്ടിക്കിടക്കുമ്പോൾ ഈ കേസ് പെട്ടെന്ന് വിസ്താരത്തിലേക്ക്, നടപടികളിലേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് മൂവ് ചെയ്യുന്നു. അതിനെന്താ തെറ്റ്? അല്ല, അതാണ് ഇതിപ്പോ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു വിധി ഉണ്ടാകുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ചയാവുകയോ ചെയ്യുകയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ആളുകൾ സംശയിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ടി സിദ്ദിഖ്,
ഒരു അങ്ങനെ അങ്ങനെ ജുഡീഷ്യൽ പ്രോസസ്സിൽ കിടക്കുകയാണല്ലോ ലാവലിംഗ് കേസ്. ഹൈക്കോടതിയുടെ മുമ്പിലുള്ളതായിരിക്കുന്ന റിവിഷൻ പെറ്റീഷനിൽ 2 റിവിഷൻ പെറ്റീഷൻ ശ്രീ പിണറായിക്കെതിരായിട്ട് അവിടെ കിടക്കുകയാണ്. ആ പെറ്റീഷൻ 2.5 കൊല്ലമായിട്ട് ഒന്നും ചെയ്തില്ല. CBI ചെയ്തില്ല, മറ്റുള്ളവർ ചെയ്യുന്നില്ല. സ്വാഭാവികമായും ഗവൺമെന്റ് അതിൽ ഒരു കേസിൽ ഗവൺമെന്റ് പ്രതിയാണ്. ഗവൺമെന്റ് പറയുന്നു ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കണം. അത് ഇലക്ഷന് മുമ്പേ വിധി പറയണമെന്നോ ഇലക്ഷന് മുമ്പേ എടുക്കണം എന്നുള്ളതല്ല, ഇത് ത്വരിതഗതിയിലാക്കണം. അത് ഞാൻ തിരിച്ചെത്താം. എല്ലാ കേസുകളും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടി വരിക അടുത്ത ഘട്ടത്തിൽ. ടി സിദ്ദിഖ്, ഞാൻ തിരിച്ചെത്താം. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരീക്ഷകരായി എത്തിയിട്ടുള്ളത് 2 മാധ്യമ പ്രവർത്തകരാണ്. 2 പേരും നിഷ്പക്ഷർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവരെ സമീപിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടി സിദ്ദിഖ് തന്നെ അത് കഴിഞ്ഞ് പറയട്ടെ. ഏറ്റവും ആദ്യം ശ്രീ KJ ജേക്കബ്, ഡെക്കാൻ ക്രോണിക്കലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, ആദ്യം ഇതിനോട് പ്രതികരിക്കുക. ശ്രീ KJ ജേക്കബ്, താങ്കൾ എന്ത് രീതിയിലാണ് ഇപ്പോൾ CPMൻ്റെ നവകേരള യാത്രയെയും അതിനനുബന്ധമായി അതിനോട് ചേർന്ന് വന്നിട്ടുള്ള സർക്കാരിൻ്റെ ഈ നടപടിയെക്കുറിച്ചുള്ള ടി സിദ്ദിഖിനെ പോലുള്ളവരുടെ വിശദീകരണത്തെയും കാണുന്നത്? സിദ്ദീഖെന്ന് പറഞ്ഞാൽ പോരാ, അഡ്വക്കേറ്റ് സിദ്ദീഖിൻ്റെ നിരീക്ഷണത്തോടുള്ള എനിക്കൊരു അദ്ദേഹത്തോട് 1-2 ചെറിയ ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന് സിമ്പതി കിട്ടണമെങ്കിൽ അദ്ദേഹം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയനാകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടല്ലേ പിന്നെ വിചാരണ കോടതി ഈ കേസ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിവില്ല, അതിൻ്റെ കൊണ്ട് വിചാരണയ്ക്ക് പോലും എടുക്കണ്ട എന്ന് പറഞ്ഞ് തള്ളിയത് ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമല്ലേ? അഡ്വക്കേറ്റ് സിദ്ദീഖിന് എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത ലെവലിലേക്ക് പോകാമായിരുന്നു. ആ ജുഡീഷ്യൽ പ്രോസസ്സ് അല്ലേ അത്? ഞാൻ പറഞ്ഞ ഇൻഡെപ്ത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ സിദ്ദീഖ്. ഇൻഡെപ്ത് ജുഡീഷ്യൽ പ്രോസസ് എന്നും ഇൻഡെപ്ത് അല്ലാത്ത ഷാലോ ആയിട്ടുള്ള അല്ലെ ഫാലോ ആയിട്ടുള്ള ജുഡീഷ്യൽ, അങ്ങനെ നമ്മൾ 2 ജുഡീഷ്യൽ പ്രോസസ് ഇല്ലല്ലോ. ഒന്നുകിൽ നിങ്ങൾ ജേക്കബ് ജി പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം, നിങ്ങൾ തുടർന്നോളൂ, എന്നിട്ട് ഞാൻ അവസാനം പറയാം. ഇല്ല, അത് അവിടെയാണ് ഈ പ്രശ്നം. നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിൽ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു, അതുകൊണ്ട് FIR കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, കോടതി അത് പരിഗണിക്കുന്നു. എന്നിട്ട് ഈ കുറ്റക്കാരനായ മനുഷ്യൻ്റെ പേരിൽ അന്വേഷണ ഏജൻസി, പ്രോസിക്യൂട്ടീവ് ഏജൻസി കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ വിശ്വസനീയമാണോ, ഇയാളെ വിചാരണ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ തീരുമാനമെടുക്കുന്നത് ഒരു ജഡ്ജാണ്. ആ ജഡ്ജ് എന്താണ് പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ കേസിൽ ലാവ്ലിൻ കമ്പനിക്ക് അൺഡ്യൂ ആയിട്ടുള്ള ഫേവർ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തയ്യാർ നിന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് മലബാർ ക്യാൻസർ സെൻ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതൊരു ലോഡബിൾ എഫർട്ടാണ് എന്ന് പറഞ്ഞാൽ അതായത് മലബാറിലൊരു ക്യാൻസർ സെൻ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാവ്ലിൻ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റപത്രത്തിലെ ആരോപണം. ഇത് തലയ്ക്കകത്ത് ഇത്തിരിയെങ്കിലും നിയമബോധമുള്ള, എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, മോഡിക്കം ഓഫ് ലീഗൽ ഐഡിയ ഇൻ ദ ക്രേനിയം, തലയ്ക്കകത്ത് ഇത്രയെങ്കിലും നിയമബോധമുള്ള ആൾക്കാർക്ക് ഇത്തരം അസംബന്ധമായ നിലപാടുകൾ അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഈ നിലപാട് വെച്ചുകൊണ്ട് ഒരാളെ പ്രോസിക്യൂഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. അത് കോടതി പറഞ്ഞതാണ്. ഇപ്പോൾ പിന്നെ അഡ്വക്കേറ്റ് സിദ്ദീഖ് പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കാമായിരുന്നു. ഇത് CBIക്ക് എന്തുകൊണ്ട് ബോധ്യമായില്ല? CBI എന്തുകൊണ്ട് ഈ കാര്യം കോടതിയിൽ പറഞ്ഞില്ല? അല്ലെങ്കിൽ CBI ഈ കേസ് ആവശ്യം പോലെ വേണ്ട, സംസ്ഥാനത്തിന് ഖജനാവ് നഷ്ടമുണ്ടാക്കിയെന്ന് ഇന്നലെയൊക്കെ കോൺഗ്രസ്സുകാരിരുന്ന് TV ചാനലുകളിരുന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് CBI വേണ്ടതുപോലെ അന്വേഷിച്ചില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടില്ല? ഇതൊന്നും നടന്നിട്ടില്ല. ശ്രീ സിദ്ദീഖ്, മറുപടി ഞാൻ പറഞ്ഞോട്ടെ. CBI അന്വേഷണം വളരെ കൃത്യമായി നടക്കുകയും CBI അന്വേഷണം നടത്തി അതിൻ്റെ കൺക്ലൂഷൻ വളരെ ഓതൻറ്റിക്കായി വരികയും അതേ സന്ദർഭത്തിൽ തന്നെ ഇത് അനന്തമായി നീളുന്നത് കൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നുള്ള പിണറായി വിജയൻ്റെ ഡിസ്ചാർജ് പെറ്റീഷൻ, അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഹിയർ ചെയ്ത് അവിടെ പെട്ടെന്ന് ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡയറക്ഷൻ വാങ്ങി, ആ ഡയറക്ഷൻ അനുസരിച്ച് അവിടെ ഒരു പ്രൈമറി വാദം നടത്തി ആ വാദത്തിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. 1. 2, ഇതിൽ പിണറായി വിജയൻ മാത്രമല്ല, ഇതിൽ 1-ാം പ്രതി, 2-ാം പ്രതി, ഡിസ്ചാർജ് ആവശ്യപ്പെടാത്ത മറ്റു പ്രതികളെയും വെറുതെ വിട്ടു. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് ജി പറഞ്ഞതായിരിക്കുന്ന കാര്യം തന്നെ ഞാൻ എടുത്തു പറയുന്നു. മലബാർ ക്യാൻസർ സെന്റർ ഉണ്ടാക്കാനാണ് ഇതിലെ താല്പര്യമെങ്കിൽ
മലബാർ ക്യാൻസർ സെന്ററിന് SNC ലാവലിംഗ് കൊടുക്കാം എന്ന് പറഞ്ഞ 100 കോടി കിട്ടിയിട്ടുണ്ടോ? ടെക്നിക്കാലിയ എന്ന് പറയുന്ന മദ്രാസ് ആസ്ഥാനമായിട്ടുള്ള പേപ്പർ സംഘടനയ്ക്ക് 12 കോടി കിട്ടി. ആ പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? എവിടെ പോയി ഈ പണം? ഞാൻ താങ്കളിലേക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ശ്രീ AK ആന്റണിയെ ഈ കേസിൽ ഉൾപ്പെടുത്താനാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ ഈ നടപടിയുമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ശ്രീ പിണറായി വിജയൻ പരോക്ഷമായും ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇന്ന് തുറന്നും പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിലാണോ പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, CPIM പൊതുമേഖലയെ സംരക്ഷിക്കുന്ന പാർട്ടിയാണല്ലോ. ഞാൻ ചോദിക്കുന്നു, ബെല്ലിന് ബാലാനന്ദന്റെ കമ്മിറ്റി റിപ്പോർട്ട് CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലിൽപ്പെട്ട ഒന്നാ. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ബെല്ലിനെ വെച്ചുകൊണ്ട്, പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിനെ വെച്ച് വളരെ കൃത്യമായി അതിനകത്ത് പോകാൻ സമയമില്ല. അതിനകത്ത് ബെല്ലിന്റെ കാര്യത്തിൽ ബാലാനന്ദൻ തന്നെ പിന്നീട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പഴയ കരാർ ശ്രീ AK ആന്റണി തുടങ്ങി വെച്ച ആ കരാറിലുള്ള കാര്യങ്ങളൊന്നും പാടെ നിഷേധിച്ചുകൊണ്ട് പുതിയ കരാർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ശ്രീ ബാലാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ PP ജെയിംസ് വീണ്ടും ഒരു സ്വതന്ത്ര നിരീക്ഷകന്റെ ഒരു അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട്. ശ്രീ PP ജെയിംസ്, താങ്കൾ ഈ ഘട്ടത്തിൽ ശ്രീ പിണറായി വിജയന്റെ യാത്രയുടെ തൊട്ടു മുമ്പ് വന്നിരിക്കുന്ന ഇത്തരം നടപടിയെ അത് ഏത് നിയമത്തിന്റെ ബലത്തിലാണെങ്കിൽ തന്നെയും അത് ജനങ്ങൾ അങ്ങനെ തന്നെ വിഴുങ്ങും, ഒരു ഭാഗമെങ്കിലും ഇത് പിണറായി വിജയനെ മനഃപൂർവ്വം രാഷ്ട്രീയമായി കരിവാരി തേക്കാനോ ഈ ഘട്ടത്തിൽ ഉപദ്രവിക്കാനോ ഉള്ള ഒരു നടപടിയായി കാണില്ല എന്ന് താങ്കൾ പറയുമോ? ലാൽ, ഞാനിതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2-3 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത് തീർച്ചയായും രാഷ്ട്രീയമായ UDFിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. സിദ്ദിഖ് എന്തൊക്കെ പറഞ്ഞാലും ഇത് നേരത്തെ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാവില്ലായിരുന്നു. നാളെ CPMന് നവകേരള യാത്ര ആരംഭിക്കുക. പിണറായി വിജയനാണ് ഇതിനെ നയിക്കുന്നത്. കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സോളാർ കമ്മീഷനും അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളുടെ ഒരു ഇതിൽ അഴിമതി വിരുദ്ധ എന്നുള്ള മുദ്രാവാക്യം CPM വയ്ക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് CPM അല്ല സാധാരണക്കാർ ആരോപിച്ചാൽ അതിന് കോൺഗ്രസിന് ഇപ്പോഴത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായൊരു ടൈമിങ്ങിലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നത്. പിന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ സമയത്തിനൊന്നും ആര് ജയിക്കും ആര് തോൽക്കുന്ന ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്ത്രം ആർക്കും എന്തും എടുത്ത് പയറ്റാം. ആ പയറ്റുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിണറായി വിജയൻ തന്നെ എന്നാ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇനി കത്തില്ല, ചീറ്റിപ്പോയ പടക്കമാണ്, അതുകൊണ്ട് ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളിതിന് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇന്നലെ നടന്ന ചർച്ചകളിലൊന്നും CPMൻ്റെ പ്രമുഖരൊന്നും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ തയ്യാറായില്ല. അവർ ഇതിനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം UDFും കോൺഗ്രസും വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പിണറായിയുടെ നവകേരള യാത്രയിൽ വികസനത്തിൻ്റെ അജണ്ട, അതുപോലെ തന്നെ മതനിരപേക്ഷ അജണ്ട, ഇതൊക്കെ മുങ്ങിപ്പോയിട്ട് ലാവലിലേക്ക് എത്തണമെന്നാണ്. കഴിഞ്ഞ 2 തവണയും ആ തന്ത്രം വളരെ വിജയകരമായി നടപ്പാക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇത്തവണയും UDF ലക്ഷ്യം വയ്ക്കുന്നത് ആ തരത്തിൽ തന്നെയാണ്. ഇത് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, ഞാനൊരു രാഷ്ട്രീയ പക്ഷം പിടിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ അതൊരു ബാഡ് ടൈമിംഗ് ആയി പോയി എന്നുള്ളതുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ടൊരു പക്ഷേ UDF പ്രതീക്ഷിക്കുന്നൊരു കാര്യം ഉണ്ടാവും. VS അച്യുതാനന്ദനെ പോലുള്ള നേതാവ് എടുക്കുന്ന നിലപാട്, അദ്ദേഹം ഇതിനെ തള്ളിപ്പറയുമോ അല്ലെങ്കിൽ മൗനം പാലിക്കുമോ? ഇത് ഒരു പക്ഷേ CPMൽ ഉണ്ടാക്കാവുന്ന ഉൾപാർട്ടി തലത്തിൽ ഉണ്ടാക്കാവുന്ന പോരുകളുടേത് ഇതെങ്ങനെ യൂസ് ചെയ്യാം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം. പക്ഷേ ശ്രീ PP ജെയിംസ്, അങ്ങനെ UDF ഇപ്പോൾ ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ടെങ്കിൽ തന്നെ ശ്രീ VS അച്യുതാനന്ദൻ വിചാരണ കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴുള്ള CPMലെ പ്രത്യേക ഒരു കാലാവസ്ഥയും നമുക്കറിയാം. VS അങ്ങനെ ഈ ഘട്ടത്തിൽ UDFിൻ്റെ താളത്തിന് തുള്ളുമെന്ന് അങ്ങേക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും VSനെ സംബന്ധിച്ചിടത്തോളം VS കുറച്ചുകൂടി പാർട്ടിയായിട്ട് കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പോലൊരാൾ വന്നിരിക്കുന്നു. അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്കിടയിൽ യോജിപ്പിൻ്റെ ഒരു സ്വരം സംസാരിച്ചിരിക്കുന്നു. VS ആ രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. അതുകൊണ്ട് VS ഈ കാര്യത്തിൽ ഒരു നെഗറ്റീവ് തലത്തിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരുപക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. അതുപോലെ അദ്ദേഹത്തെ പോലൊരു നേതാവിന് വേണ്ടത്ര പരിഗണന
ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ Right. അടുത്തറിയായി അത്തരം ആശങ്കകളൊക്കെ അപ്പൊ അതിന്റെ ഉണ്ട്. പേരിൽ ആ ചർച്ചയ്ക്ക് പോലും നമുക്ക് ആദ്യം ഒരുപക്ഷെ മൗനം പാലിക്കാം. പിന്നീട് എന്തുണ്ടാകുമെന്നുള്ള അനുമാനങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ UDF-ഉം ഇങ്ങനെ ചാനലുകളിലൂടെ ചർച്ച ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ടി സിദ്ദിഖ് പോലും. ടി സിദ്ദിഖ് പക്ഷേ CPM ശ്രീ ഗോവിന്ദ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതേതരത്വം, അതായത് വർഗീയതയ്ക്കെതിരെയുള്ള ശബ്ദമുയർത്തൽ, അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ സർക്കാരിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, സമഗ്ര വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, അത് നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. അത് പറയുന്നതിന് പകരം ഈ കാര്യങ്ങൾ ലാവലിനെ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് 1-2 ദിവസം കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണ്ടേ? അത് എന്ന് മുതൽ തുടങ്ങും? ഇപ്പോൾ തുടങ്ങാമോ സിദ്ദിഖ്? ഒന്ന്, പിണറായി വിജയൻ്റെ ജാഥയെ ഞങ്ങൾ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അതിന് ജാഥയ്ക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും രാഷ്ട്രീയമാണ്, CPIM നടത്തുന്ന ജാഥയാണ്, അതിന് പ്രാധാന്യമുണ്ട്. ആ ജാഥയിൽ ശ്രീ പിണറായി വിജയൻ്റെ ജാഥയിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യത്തോട് നീതി പുലർത്താൻ CPIM-ന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കുന്ന സ്വാഭാവികമായ വിലയിരുത്തൽ കേരളത്തിലെ പൊതുസമൂഹം നടത്തും. ഞാനിവിടെ വികസനത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മപ്പ് ചെയ്യാം. ശ്രീ പിണറായി വിജയൻ്റെ ജാഥ കണ്ണൂരിലെത്തുമ്പോൾ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലൂടെ അവിടെ വിമാനം പറക്കും. അദ്ദേഹത്തിന് എറണാകുളത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജാഥ ജീപ്പിൽ നിന്ന് മാറ്റി വാനിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് വേണമെങ്കിൽ മെട്രോയിൽ പോകാം. കോവളത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് വിഴിഞ്ഞത്ത് വന്നുകൊണ്ട് ഷിപ്പിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യുക, സ്മാർട്ട് സിറ്റിയൊക്കെ ഒന്ന് സന്ദർശിക്കുക. അത് കേരളത്തിൽ നടന്നതായിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ നേരിൽ കാണാനുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് സത്യത്തിൽ ശ്രീ പിണറായി വിജയനുള്ള ഈ ജാഥ. രണ്ടാമത്തെ കാര്യം, കേരള ചരിത്രത്തിൽ ഇത്രയധികം അനുഗ്രഹീതമായ ക്ഷേമ പ്രവർത്തനം നടത്തിയ ഒരു കാലഘട്ടം ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു ഗവൺമെൻറ് കാലത്തും ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത്, ലോട്ടറി വിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ ലോട്ടറി മുഴുവൻ കൈകാര്യം ചെയ്ത് സാന്റിയാഗോ മാർട്ടിൻ VS-ന്റെ കത്തുണ്ട്. ആ മാർട്ടിന് സൗകര്യം ചെയ്തു കൊടുത്തു. ദേശാഭിമാനി പത്രത്തിന് വേണ്ടി 2 കോടിയും വാങ്ങി. ഞങ്ങൾ എന്താ ചെയ്തത്? മാർട്ടിനെതിരെ ഞങ്ങൾ ആ കാര്യത്തിൽ നിൽക്കാതെ സിദ്ദിഖ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, അതിനുള്ള സമയം തരാം. പക്ഷേ ഈ അതിനിടയിൽ കൂടിയുള്ള പഴയ കഥകൾ ഇങ്ങനെ എടുത്തു പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്ത വികസനം പറഞ്ഞ് മറുപടിയായിട്ട് കൊടുക്കൂ. ഒപ്പം ഇപ്പൊ ഈ പ്ലെയിനിൽ പോകാന്ന് പറഞ്ഞത് നല്ല ഉത്തരമാണ്, മനസ്സിലായി. അഴിമതി നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ആ ചോദ്യത്തിന് മറുപടി പറയൂ. ഒപ്പം തന്നെ വർഗീയതയെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അതും കൂടി പെട്ടെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ്ടർക്ക് ഒരു മറുപടിക്കുള്ള സമയമായി. ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തീകരിക്കുമ്പോൾ പ്രയാസപ്പെടരുത് ലാലെ. ഒന്ന്, നിങ്ങൾ സാന്റിയാഗോ മാർട്ടിന് സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ലോട്ടറി വിറ്റ് 1,11,111 ആളുകൾക്ക് 811 കോടി രൂപ വിതരണം ചെയ്ത സർക്കാരാണിത്. ഞങ്ങൾ സൗജന്യ ക്യാൻസർ ചികിത്സ കേരളത്തിൽ നടത്തുന്നു, സുഹൃതം പദ്ധതി. ഞങ്ങൾ സീറോ ലാൻഡ്ലെസ് സ്റ്റേറ്റ് കേരളത്തിൽ നടത്തി. ഞങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി. ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ നേരെ ഡബിളാക്കി. ഞങ്ങൾ 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു. കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ക്ഷേമ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ്. ഞങ്ങളത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഡിബേറ്റ്, തർക്കമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു വർഗീയത. CPIM വർഗീയതക്കെതിരെ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്, വർഗീയതക്കെതിരെ നഖശികാന്തം എതിർക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവലിന് വല്ല പ്രാധാന്യമുണ്ടോ? കേരളത്തിൽ ബീഫ് നിരോധനമുണ്ടോ? ഇത് BJP-കാരൻ ചോദിക്കുന്നതാണ് സിദ്ദിഖിന്റെ ഈ വാചകം. അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് CPM-ന്റെ മറുപടി. അല്ല ലാലെ ഞാൻ പറയാം. ഒന്ന്, ബീഹാറിൽ ഇലക്ഷൻ നടന്നല്ലോ. ബീഹാറിൽ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയുടെ ഒരു മിനിയേച്ചറായി നടന്ന ഇലക്ഷനിൽ എവിടെയാണ് CPIM നിന്നത്? CPIM BJP എതിർക്കുന്ന മഹാസഖ്യത്തിന്റെ കൂടെയായിരുന്നോ, മൂന്നാമതൊരു സഖ്യത്തിന്റെ കൂടെയായിരുന്നോ? നിങ്ങളറിയോ, ചോൻപുര മണ്ഡലത്തിൽ അവിടെ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി തോറ്റത് 648 വോട്ടുകൾക്കാണ്. പക്ഷേ അവിടെ മൂന്നാം മുന്നണിയായ CPIM നേതൃത്വം കൊടുക്കുന്ന മൂന്നാം മുന്നണി അവിടെ പിടിച്ചത് 8000-ഓളം വോട്ടുകളാണ്. BJP അവിടെ ജയിച്ചപ്പോ അവിടെ ജയിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത മൂന്നാം മുന്നണിയാണ്. ശ്രീ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പാതാര ബിംബങ്ങളിൽ 10 സീറ്റ് തൃച്ചേവടികളിൽ സമർപ്പിച്ചത് ഈ മൂന്നാം മുന്നണിയാണ്. അപ്പോൾ കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ള നയം സ്വീകരിച്ച് BJP-യെ വളർത്തുക എന്നുള്ളത് ബീഹാറിലെ സമീപനം അടക്കമുള്ള ഈ സമീപനമാണോ വർഗീയത എതിർക്കാൻ CPIM സ്വീകരിക്കുന്ന സമീപനം? ശരി, അവസാനമായി അഴിമതിയുടെ കാര്യത്തിലെങ്കിലും പറയുമോ? ആ മറ്റു 2 കാര്യങ്ങളും സിദ്ദിഖ് മറുപടി പറഞ്ഞതായി കണക്കാക്കുന്നു. അഴിമതിയുടെ കാര്യത്തിൽ കൂടി ഒരു മറുപടി കിട്ടിയാൽ ഞാൻ ഗോവിന്ദ മാഷ്ടടുത്തേക്ക് പോവാം, കേൾക്കാം.
അഴിമതിയുടെ കാര്യം കേരളത്തിലെ പ്രതിപക്ഷ ബഹുമാന്യനായ ശ്രീ VS-നെതിരായിട്ടുള്ള കേസ് ഇപ്പോൾ അദ്ദേഹം തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരുമകന്റെ ഭൂമിദാന കേസ്, അദ്ദേഹത്തിന്റെ മകന്റെ കേസ് വിജിലൻസിന്റെ എൻക്വയറിയിലുണ്ട്. തലകുത്തനെയാണ് കേൾക്കുന്നത്. ഗോവിന്ദ മാഷ് ഉന്നയിച്ചത് VS-ന്റെ മകന്റെ കാര്യമല്ലല്ലോ, നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിമാരുടെ കാര്യമാണ്. അവിടെ ഒരു മന്ത്രി രാജിവെച്ച കഥയാണ്. അത് ജനങ്ങളോട് അവർ പറയുമ്പോൾ VS-ന്റെ മകന്റെ കാര്യമാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? ലാലെ ഞാൻ പറയട്ടെ ലാലെ, ഒന്ന് ലാല് പറയുന്നതിനിടയ്ക്ക് കയറുക. ഒന്ന്, ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരായി വന്നിരിക്കുന്ന കേസുകൾ, ഒന്ന് ബാർ കേസ്, 2 സോളാർ കേസ്. ഈ 2 ആരോപണമാണല്ലോ പ്രധാനമായി വന്നത്. മാണി സാർ രാജിവെച്ചത് എന്തുകൊണ്ടാ? മാണി സാർ രാജിവെച്ചത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്. അവിടെ പിന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധിയിൽ ഒരു പരാമർശ അഴിമതി ആരോപണത്തിന്റെ മേലെ ഇതൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മൾ അന്നും ചർച്ച ചെയ്തതാണ്. ജനങ്ങളോട് നിങ്ങൾ CPM ഇങ്ങനെ പറയുമ്പോ എന്താണ് രാഷ്ട്രീയമായി പറയാൻ പോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. സിദ്ദിഖി പറയുന്ന നിയമമൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. രാഷ്ട്രീയമായി അല്ല, സിദ്ദിഖ് പറയുന്നത് മനസ്സിലാവില്ല, ലാല് പറയുന്നത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തതാ, ജനങ്ങൾക്കും മനസ്സിലാവാത്തതാ. ചോദ്യത്തിന്റെ മറുപടി പറയുന്നതിനിടയ്ക്ക് കയറില്ലാലേ. ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, മാണി സാർ രാജിവെച്ചത് സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള പരാമർശത്തിന്റെ വെളിച്ചത്തിൽ അന്വേഷണം നടക്കുമ്പോൾ മാറി. ഇപ്പോ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ ചർച്ച ചെയ്തല്ലോ. നിങ്ങൾ ചർച്ച ചെയ്തതെന്ന് എനിക്കറിയില്ല. മാണി സാർക്ക് പണം കൊടുത്തു എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ, സമയത്തിൽ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന വ്യക്തി മാണി സാറിന്റെ വീട്ടിലോ പരിസരത്തോ ഇല്ലായിരുന്നു എന്നുള്ള കോൾ ഡീറ്റെയിൽ റിപ്പോർട്ടിന്റെ മുഴുവൻ ഓതന്റിക് സാധനം വെച്ചാ കൊടുത്തിരിക്കുന്നത്. പൊൻകുന്നത്തും കോയമ്പത്തൂരോ പിന്നെ വാലക്കാട്ടോ എവിടൊക്കെ ആയിരുന്നു അത്ര ഇവര്. അതിന്റെ മുഴുവൻ ഓതന്റിക് തെളിവ് വെച്ച് വ്യാജമായ ആരോപണങ്ങൾ മാത്രമല്ല, ബാർ ഓണേഴ്സ് ഞങ്ങളുടെ ഗവൺമെന്റ് ഒരു ക്രെഡിബിലിറ്റി എന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞത് പ്രവർത്തിക്കും. ഞങ്ങളൊരു മദ്യനയം പ്രഖ്യാപിച്ചു. ഗോവിന്ദ മാഷ് പറയട്ടെ, എന്താണ് അവരുടെ മദ്യനയം? ഞങ്ങൾ മദ്യനയം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഈ ആരോപണം ഞങ്ങൾക്കെതിരെ വന്നത്. വളരെ കൃത്യമായ രീതിയിൽ തന്നെ സിദ്ദിഖ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് ഇനി ഇത് കേൾക്കണം. ഗോവിന്ദ മാഷിന് എങ്ങനെയാണ് മറുപടി പറയുക എന്നുള്ളത് കേൾക്കണം. ഇത് വളരെ ഗൗരവമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇനി അതിനെക്കുറിച്ച് മറുപടി പറയാതെ പോകാൻ പറ്റില്ല. കുറേ നേരം 1-1.5 മണിക്കൂർ അവർക്ക് ഓരോ ജംഗ്ഷനിലും ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്, സിദ്ദിഖിനെ കൊണ്ടുവന്ന് എല്ലാ ജംഗ്ഷനിലും ഈ KM മാണി സാർ ഇത് ആവശ്യപ്പെട്ടിട്ടില്ല, മറ്റുള്ളവരൊക്കെ പൊൻകുന്നത്തായിരുന്നു എന്നൊക്കെ പറയിക്കുക എന്നുള്ള നിങ്ങളുടെ തന്ത്രവും ഒരുപക്ഷെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മറുപടി തൃപ്തികരമാണോ? ഞങ്ങൾ ജനങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ദിഖ് എന്താണ് പറയുക എന്നുള്ളത് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ വളരെ അപമാനകരമായ നില സ്വന്തം ആ മുഖത്ത് പ്രകടിപ്പിച്ചിരിക്കുന്ന കാഴ്ച ഈ ലോകത്തെമ്പാടുമുള്ള മലയാളി റിപ്പോർട്ടർ ചാനൽ കാണുന്നവർ ഇന്നലെ കൃത്യമായിട്ട് അനുഭവിച്ചതാണ്. ഇന്നിപ്പോഴും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരുൾപ്പെടെ എന്തെന്ത് നിലപാടുകളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴും വേണ്ടത്ര വ്യക്തതയില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഓരോരോ പ്രശ്നം പറഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ മുന്നണിയിൽ പോരാളിയായ പാർട്ടിയായ CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ വേറൊരു ദിശയിലേക്ക് മാറ്റാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ തന്നെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പത്രത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് ഞാൻ പത്രത്തിലാണ് കാണുന്നത് എന്നാണ്. അതുകൊണ്ടാണ് പിണറായി പറഞ്ഞത്, പിണറായിക്ക് മാത്രമായിട്ടല്ല, പിണറായിക്കും കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാവിനും എതിരായിട്ട് ഉപയോഗിച്ച ഒരു പ്രയോഗമാണല്ലോ അത് എന്ന് പത്രക്കാരോട് പങ്കുവെച്ചത് ഇന്ന് കാസർഗോഡ്. അതുകൊണ്ടാണ്, കാരണം കൃത്യതയോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ എങ്ങനെയൊക്കെയാണ്. ഉമ്മൻചാണ്ടി വളരെ പ്രധാനപ്പെട്ട കാപട്യത്തെ, അത് ഞാൻ കൊട്ടേഷനിലാണ് പറയുന്നത്, കാപട്യത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് സാധാരണ ഒരു രാഷ്ട്രീയ മര്യാദ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം കാണിച്ചിട്ടുണ്ട്, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ശരിയായ കാപട്യത്തിൻ്റെ ആൾരൂപമായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ
ഇന്ന് രാവിലെ ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചിട്ടുള്ള, ഞാൻ പത്രത്തിലാണ് കാണുന്നത്, അതുവരെ എനിക്കൊന്നും അറിയുമായിരുന്നില്ല എന്ന കാര്യം പിണറായി വിജയൻ്റെ ഈ പറയുന്ന രാഹുലിൻ്റെ പേരും പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള ഈ കോപ്രായം സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്, ഞങ്ങൾ പൊതുവേ പറഞ്ഞത്, ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത്, അത് ഞങ്ങൾ അവഗണിക്കുകയാണ്. അത് ഞങ്ങൾ ഈ ജാഥയിലെ ചോദിച്ചപ്പോ ശ്രീ എ കെ ആന്റണിയെ ഉദ്ദേശിച്ചല്ലേ ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ സിദ്ദിഖ് പറഞ്ഞത് ഗോവിന്ദ മാഷ് കേട്ടല്ലോ, ഇത് കേരളത്തിലൊന്നും അല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, ഇതൊക്കെ ആര് വിശ്വസിക്കും എന്നാണ്. അങ്ങനെയാണ് മറുപടി പറയാൻ പോകുന്നത്. അതിനെങ്ങനെയാണ് മറുപടി പറയാതെ തള്ളിക്കളയുകയാണ്? അത് വിശ്വസിക്കേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. സിദ്ദിഖിനോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളതും കൃത്യമായിട്ട് ഇന്നലെ ഞങ്ങളൊന്നുമില്ലാത്ത ചർച്ചയിൽ ഞങ്ങൾക്കെതിരായിട്ട് നിശിതമായി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ റിപ്പോർട്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഈ സിദ്ദിഖിനെ എതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ട് വാദിച്ചതാരാ? ഞങ്ങളെ ഏറ്റവും ശക്തി അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ പിണറായി എന്ന് മാത്രമേ പേര് ഉപയോഗിക്കുള്ളൂ, ശ്രീ, നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ പറ്റിയല്ല ശ്രീ പറയുന്നവർ, ഞാൻ ശ്രീ പോലും പറയാറില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തുന്നത് എന്ന്. അതിന് മറുപടി പറയാൻ സിദ്ദിഖിനായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സിദ്ദിഖ് എന്തോ വലിയ കാര്യം നിർവഹിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന് മറുപടി പറയണം. അതായത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, നിയമവും മറ്റു ചെയ്ത കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കുമ്പോൾ അതല്ല CPM ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം CPM മനസ്സിലാക്കിയിരിക്കുന്നു. അതിനനുസരിച്ചുള്ള ഒരു ശരീരഭാഷ ഇനിയിപ്പോൾ CPM നേതാക്കൾ എടുക്കാൻ പോകുന്നു എന്ന് വേണം ഗോവിന്ദൻ മാസ്റ്ററുടെയും ശ്രീ പിണറായി വിജയൻ്റെ തന്നെ ഇന്നത്തെ നിലപാടുകളും കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ടി സിദ്ദീഖ്, നിങ്ങൾക്കതിന് അനുസരിച്ച് ഒന്ന് മാറേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ KJ ജേക്കബ്, എന്തായിരിക്കും ടി സിദ്ദിഖ് പറഞ്ഞ ഈ വിശദീകരണങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണോ? അതിനനുസരിച്ച് UDFൻ്റെ തന്ത്രങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അവർക്ക് എന്ത് ഉപദേശമാണ് ശ്രീ KJ ജേക്കബ് കാണുന്നത്? നമുക്ക് രാഷ്ട്രീയക്കാരോട് ഉപദേശിക്കാൻ നമ്മളില്ല. അവർ ചെയ്യുന്ന പണി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ അടിയിൽ നിന്ന് വല്ല അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ, അവരാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാർ, അവർക്കാണ് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന ആൾക്കാർ. അങ്ങനെയാണ് അവർ തന്ത്രങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം എനിക്ക് തോന്നുന്നു എത്രയോ വർഷമായിട്ട് നമുക്കറിയാം, അധികാരത്തിന് വേണ്ടി ഭയങ്കരമായി കെട്ടിമറിഞ്ഞ് നടന്ന ആളൊന്നും ആയിരുന്നില്ല ഉമ്മൻചാണ്ടി. 80-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായപ്പോൾ അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല. അതിനുശേഷം ഒരു പ്രാവശ്യം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറി നിന്നിട്ടുണ്ട്. കരുണാകരനുമായിട്ട് കലഹിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ചില തന്ത്രങ്ങളെങ്കിലും വല്ലാതെ പാളുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഇപ്പം സിദ്ദിഖ് പറഞ്ഞല്ലോ, പിന്നെ ബീഹാറിലെ 1-2 ഇലക്ഷന് വേണ്ടി 1-2 സീറ്റിന് വേണ്ടി CPM കോൺഗ്രസിനെ എതിർത്തു എന്ന് പറഞ്ഞില്ല. അരുവിക്കരയിൽ ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി BJPയെ പ്രോപ്പപ്പ് ചെയ്തത്. ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ് ശരിയായ വർഗീയ കാർഡാണ് ശ്രീ ഉമ്മൻചാണ്ടി കളിച്ചത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായി പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ വലിയ പാളിച്ച ആയിരിക്കണം ഈ ലാവ്ലിൻ കേസ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ഇത് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാവശ്യവുമില്ലാതെ CPMൻ്റെ കയ്യിലേക്ക് ഒരു വടിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സിദ്ദിഖ് തന്നെ പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹം അന്വേഷിച്ചു, വിജിലൻസ് കേസ് അന്വേഷിച്ചു, അപ്പോൾ മൊബൈൽ ടവറിൽ ആൾക്കാർ വ്യത്യാസം ഉണ്ടായിരുന്നു, തെളിവില്ലായിരുന്നു. സത്യമാണ് സിദ്ദിഖ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതേ വിജിലൻസ് തന്നെ ഈ ലാവ്ലിൻ കേസ് അന്വേഷിച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വിട്ടതാണ്. എന്നിട്ട് സമ്മതിച്ചോ? ഉമ്മൻചാണ്ടി എന്താണ് 2006 ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പറഞ്ഞത്? പൊതുസ്ഥാപനങ്ങളിലേക്കും പൊതുപ്രവർത്തകരെ കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ CBI കേസ് വിട്ടില്ലേ? KM മാണിയെ വിജിലൻസ് അക്വിറ്റ് ചെയ്ത് അംഗീകരിക്കുന്ന സിദ്ദിഖ് CBI അന്വേഷിച്ചിട്ട് അത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞതിന് അംഗീകരിക്കാൻ തയ്യാറല്ല. സിദ്ദിഖ് തന്നെ പറയുന്നത് അദ്ദേഹത്തിന് പിന്നെ സിമ്പതി കിട്ടണമെങ്കിൽ അദ്ദേഹം ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയമാണെന്ന്. അതായത് പിണറായി വിജയന് ഒരു ലോജിക്ക്, KM മാണിക്ക് വേറൊരു ലോജിക്ക്. പിണറായി വിജയൻ അഴിമതി ചെയ്തു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതൊന്ന്, KM മാണി അഴിമതി ചെയ്തില്ല എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളത്. ഇത്തരം
എനിക്ക് തോന്നുന്നു മിതമായ ഭാഷയിൽ പറഞ്ഞ ഇത്രയും പരിഹാസ്യമായ വാദങ്ങൾക്ക് സ്വയം വിധേയനാകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു UDF ഇട്ടുകൊടുക്കുകയാണ് ഇപ്രാവശ്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു അധികാരത്തോടുള്ള വല്ലാത്ത ഒരു 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 പിടിച്ചു നിൽക്കാനുള്ള ഒരു 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 ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ചില നിലപാടുകളെങ്കിലും UDFന് വൻതോതിൽ പിഴയ്ക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം. സിദ്ദിഖ്, ആരുടെ ഉപദേശമാണ് ഇത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അതായത് ഇത്രയും തന്ത്രപരമായി കഴിഞ്ഞ 4-4.5 കൊല്ലമായി മുന്നോട്ട് നീങ്ങിയ ഉമ്മൻചാണ്ടിക്ക് ഇവിടെ രണ്ടിടത്ത് പിഴച്ചു എന്നാണ് ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നത്. വർഗീയതയുടെ കാര്യത്തിൽ അരുവിക്കരയിൽ ഉണ്ടായ പാളിച്ച ഇപ്പോൾ വടിയെടുത്ത് CPMന്റെ കയ്യിൽ, പിണറായി വിജയന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഒരടി അടിച്ചോളാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എങ്ങനെ കാണുന്നു അതിന്? ഒന്ന്, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ CPIMന്റെ ദൗർബല്യമായ സാഹചര്യം ഇലക്ഷൻ റിസൾട്ട് വന്ന സന്ദർഭത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം CPIM കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കുകയും വളരെ സീരിയസ് ആയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും CPMനെ ഉണർത്താനല്ലല്ലോ ടി സിദ്ദിഖ് അങ്ങനെ ചെയ്തത്. ചോദ്യം CPMന്റെ പ്രശ്നമല്ല, UDFന് അന്ന് അരുവിക്കര കിട്ടി, അങ്ങനെ ഒരു ലാഭമുണ്ടായി ശ്രീ KJ ജേക്കബ് പറഞ്ഞതനുസരിച്ച്. പക്ഷെ ആ ലാഭത്തിന് വേണ്ടി, ഒരു മണ്ഡലത്തിന് വേണ്ടി പറഞ്ഞ കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചത് തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷനിലൊക്കെ കണ്ടതാണല്ലോ. അതിൻ്റെ കാര്യങ്ങളാണല്ലോ KPCC വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തതും ഒരു വ്യാജക്കത്തൊക്കെ പുറത്തേക്ക് പോയതുമൊക്കെ. അതാണ് ഇപ്പോൾ KJ ജേക്കബ് എടുത്തിട്ടത്. അത് തൽക്കാലം മറച്ചു വെക്കുമ്പോഴും ഉണ്ടായ പരിക്കുകൾ കോൺഗ്രസിന് തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഒന്ന്. രണ്ടാമത്, ഈ പറഞ്ഞ ലാവ്ലിൻ കേസും അതുപോലെ തിരിച്ചടിക്കും എന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുമെന്നാണ് KJ ജേക്കബ് കാണുന്നത്. ഒന്ന്, ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങളെടുത്ത നടപടി സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സംസ്ഥാന എക്സ്ചക്കറിനാണ് 374.5 കോടി രൂപയുടെ നഷ്ടം പറ്റിയത്. അവിടെ ശ്രീ KJ ജേക്കബ് ഒരു കാര്യം ഇവിടെ വളരെ കൃത്യമായി അദ്ദേഹം തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ തലോടുന്നത് അദ്ദേഹം അഴിമതിയെയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളുടെ നഷ്ടത്തെയാണ് അദ്ദേഹം തലോടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നേര്യമംഗലത്ത് 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചെലവാകുന്ന തുക 1 കോടിയാണെങ്കിൽ ഈ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറിലൊക്കെ 3 കോടിയുടെ അപ്പുറത്തേക്ക് പോവുക. ഇതെങ്ങനെയാണ് ഈ തുക പോകുന്നത്? എങ്ങനെയാണ് കൺസൾട്ടൻസി കരാറ് നേരെ പോയിട്ട് ടെൻഡർ വിളിക്കാതെ, ഗ്ലോബൽ ടെൻഡർ പോലും വിളിക്കാതെ എങ്ങനെയാണ് സപ്ലൈ കരാറായി മാറുന്നത്? കുറേ ചോദ്യം CBI ചോദിച്ചിട്ടുണ്ട്. CBI അന്വേഷണത്തിൽ പിണറായി വിജയൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിങ്ങളുടെ ഈ ടൈമിങ്ങിനെ കുറിച്ചാണ്. ഈ കാര്യത്തിൽ നിയമപരമായി നിങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ ഖജനാവിനുണ്ടായ നഷ്ടം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ 2 വർഷം മുമ്പുള്ള ഫെബ്രുവരി 1 ശേഷമുള്ള 30 ദിവസത്തിനകം നിങ്ങൾ ഈ ഉപഹർജിയുമായി പോകണമായിരുന്നു എന്നാണ് ശ്രീ KJ ജേക്കബ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ചോദിക്കുന്നു, നേരത്തെ വൈകിയത് ഇപ്പം കൊടുക്കുന്നതിനെ ഇപ്പോൾ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയാണോ? നേരത്തെ കൊടുക്കാതിരുന്നത് തെറ്റ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. എങ്കിൽ ഇപ്പോൾ ആ തെറ്റ് തിരുത്തുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന ഭാഷ തന്നെ കടമെടുത്തിട്ട് ഞാൻ ചോദിക്കുന്നു. ലാലും ജേക്കബും ഒക്കെ പറയുന്ന ഭാഷ ഇതിനകത്ത് നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോഴും ശ്രീ PP ജെയിംസ് അതിനകത്ത് രാഷ്ട്രീയപരമായ ഒരു പാളിച്ച ഉണ്ടായതായി കണ്ടെത്തിയതാണ്. ടി സിദ്ദിഖ് വീണ്ടും ഇത് ആവർത്തിക്കുന്നു. എന്താണ് താങ്കൾ വീണ്ടും അദ്ദേഹത്തോട് പറയുക? സിദ്ദിഖിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം സിദ്ദിഖ് കോൺഗ്രസിന്റെ നേതാവാണ്. ആ പാർട്ടി എടുത്ത നിലപാടിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ നിലപാടായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഞങ്ങൾ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് UDFനെയോ LDFനെയോ പിന്തുണയ്ക്കേണ്ട കാര്യം ഇല്ല. ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ ഒരു ജാഥ നയിക്കുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ടായാൽ അതിന് ആർക്ക് കുറ്റം പറയാൻ നോക്കും? ഇത് നേരത്തെ നമ്മൾ 2 വർഷം മുമ്പേ ഇത് ചെയ്യാമായിരുന്നു. ഇത് പൊളിറ്റിക്കൽ തന്ത്രമാണ്, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എല്ലാവരും എടുത്ത് പയറ്റുന്ന തന്ത്രമാണ്. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാണ്. അദ്ദേഹം നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ അരുവിക്കരയിൽ വളരെ തന്ത്രപരമായി പയറ്റി അരുവിക്കര പിടിച്ചെടുത്തു, വളരെ മോശം ടൈമിങ്ങിൽ. പക്ഷേ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആ ഒരു തന്ത്രപരമായി ഇതിനെ CPM വളരെ മനോഹരമായി നേരിട്ടു. VS അച്യുതാനന്ദനും ശ്രീ പിണറായി വിജയനും
കൊടിയേരിയൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് BJPക്കെതിരെ RSSനെതിരെ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിലൊക്കെ വിള്ളലുണ്ടാക്കി. അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ CPMന് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന ന്യൂനപക്ഷ മേഖലയിലുണ്ടായ സ്വാധീനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ LDFന് അനുകൂലമായിട്ട് മാറിയത്. അതിൻ്റെ അപകടം ഇപ്പോൾ ഒരു പരിധി വരെ UDF മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടിയും BJPക്കെതിരെ കുറച്ചുകൂടി സ്ട്രോങ് നിലപാടെടുത്ത് വരുന്നു. ഒരുപക്ഷെ ഗുലാം അലി വന്നപ്പോൾ അതിനോട് സഹകരിക്കാൻ തന്നെ സർക്കാർ തയ്യാറായതിൻ്റെ ഒരു അർത്ഥം തന്നെ എനിക്ക് തോന്നുന്നു ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു BJP ഫീലിംഗ് കേരളത്തിലുള്ളത് മുതലെടുക്കാൻ CPMൽ കൂടുതലായിട്ട് ന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ചു പോകുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്തു കൂടിയാണ് UDF മാറി വരുന്നത്. അതായത് വേണമെങ്കിൽ താങ്കൾക്ക് ഇത് അംഗീകരിക്കാം. ശ്രീ KJ ജേക്കബും ശ്രീ PP ജെയിംസും പറഞ്ഞതിൽ നിന്ന് നല്ല അംശങ്ങൾ താങ്കൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താങ്കൾ തന്നെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഇടത് ചായവുള്ള മാധ്യമപ്രവർത്തകർ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കൂട്ടത്തിൽ ഇവരെയും തള്ളുമോ? നല്ലതിനെ സ്വാംശീകരിക്കാൻ ഒരു മടിയോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ ഖജനാവിന് 374.5 കോടി രൂപയുടെ നഷ്ടം പറ്റിയതായ വലിയ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനഃപരിശോധന ഹർജി റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് UDF ഗവൺമെൻറ് അല്ല. അത് റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് 2 സംവിധാന, ഒന്ന് CBI ആണ്. CBIയുടെ അന്വേഷണ ഏജൻസിക്ക് തന്നെ CBIയുടെ ഉത്തരവ് ശരിയല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് CBI റിവിഷൻ പെറ്റീഷൻ കൊടുത്തത്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ CBI റിവിഷൻ പെറ്റീഷൻ കൊടുക്കുക. CBI റിവിഷൻ പെറ്റീഷൻ കൊടുത്തത് CBI കോടതിയുടെ ജഡ്ജ്മെന്റ് ശരിയല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ കൊടുത്തു. പക്ഷെ 2.5 കൊല്ലമായിട്ട് അതിൻ്റെ മുകളിൽ നടപടിയില്ല. നന്ദകുമാർ കൊടുത്തു, നടപടിയില്ല. സംസ്ഥാന സർക്കാർ പറയുന്നു നടപടി വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി പറയണം എന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത് വളരെ വ്യഗ്രതയിലാക്കി പിണറായി വിജയനെ കുഴപ്പത്തിലാക്കണം എന്നുള്ളതല്ല. അത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റാ. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയല്ല. ഇനി അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ കൂടി നിങ്ങൾ ഉദ്ദേശിച്ച ആ 2 കാര്യങ്ങളും നടക്കുന്നില്ല. ഇവിടെ നിയമപരമായി കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു എന്നല്ല ഈ പൊതുസമൂഹവും ജനങ്ങളും കാണുന്നതെന്നാണ് ഈ നിരീക്ഷണം. അവിടെ നിങ്ങൾ രാഷ്ട്രീയമായി പിണറായി വിജയനെ ദ്രോഹിക്കാൻ നോക്കുന്നു എന്ന ഒരു പ്രചരണത്തിന് ശക്തി കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഗുണകരമാകില്ല എന്നാണ് നിരീക്ഷണം. ഒന്ന്, നിയമപരമായി ശ്രീ പിണറായി വിജയനെ ഒരു വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനോ അവമതിപ്പുണ്ടാക്കാനോ അല്ല ഈ സംവിധാനം. നിയമപരമായിട്ടുള്ള ജുഡീഷ്യൽ പ്രോസസ്സാണ് ഇവിടെ നടക്കേണ്ടത്. ആ പ്രോസസ്സ് വളരെ കൃത്യമായി ചെയ്യേണ്ട നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, CBIക്കുണ്ട്, കോടതികൾക്കുണ്ട്. ഇവിടെ 2.5 കൊല്ലമായി ആ കേസ് കെട്ടിക്കിടക്കാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള ശ്രീ പിണറായിക്കെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി. ഈ ആത്മാർത്ഥത എന്തുകൊണ്ടാണ് നേരത്തെ ശ്രീ KJ ജേക്കബ് ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ KM മാണി സാറിന്റെ കാര്യത്തിൽ വിജിലൻസ് എടുത്ത കേസിലുമൊക്കെ അങ്ങനെ ഒരു ക്ഷമ കാണിക്കാത്തത്? ഈ തെളിവ് കൊടുക്കാൻ പോയ ആളുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പൊ ബാർ ഉടമകളൊക്കെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് 2ാമത് കൊടുത്തു എന്നുള്ളത്. ആ കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണത്തിന് എന്തുകൊണ്ട് ആത്മാർത്ഥത കാണിക്കുന്നില്ല? അവിടെ ചില സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. T സിദ്ദീഖ്, ഒന്ന്, ബാർ മുതലാളിമാർ വലിയ മോശക്കാരല്ല. ഇവരൊക്കെ ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന തുക 15-20 ലക്ഷം രൂപയാണ്. നയാ പൈസ കിട്ടാതെയായപ്പോൾ ഇവർ ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ കൂടെ ഗൂഢാലോചന നടത്തി. ഇവർ നടത്തുന്ന ഈ വാദഗതികൾ നിരർത്ഥകമാണ്, തെറ്റാണ് എന്നുള്ള ഓതന്റിക് റിപ്പോർട്ടാണ് ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വേണ്ടി ഈ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തുകൊണ്ട് ശ്രീ സുകേശൻ കൊടുത്തിരിക്കുന്നത്. പരിശോധിക്കട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾ പരിശോധിക്കട്ടെ, ജനങ്ങൾ പരിശോധിക്കട്ടെ. പണം കൊടുത്തു എന്ന് പറയുന്നതായിരിക്കുന്ന ദിവസം കൊടുത്തതായിരിക്കുന്ന വ്യക്തി എവിടെയായിരുന്നു? പണം കൊടുത്തവർ എവിടെയായിരുന്നു? അവരുടെ കോൾ റിപ്പോർട്ട് അടക്കമുള്ള
എല്ലാ അതല്ലല്ലോ ഞാൻ ലാവ്ലിൻ കാര്യങ്ങളും കേസിന്റെ കാര്യം ഈ കോടതിയുടെ പറഞ്ഞപ്പോഴും മുമ്പിലാണ്. അതിനകത്തുള്ള കോടതി വിജിലൻസ് CPM ന്റെ പരിശോധിക്കട്ടെ. അന്നത്തെ വിശദീകരണമല്ല ഞാൻ അവരോടും അന്വേഷിച്ചത്. ഇപ്പൊ ഈ ഉപഹർജിയുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. അതുപോലെ ഈ വിജിലൻസ് കേസിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള വിശദീകരണമല്ല നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ആ കേസിനോട് ഒരു യുക്തിയും നേരത്തെ ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടല്ലോ, യുക്തി രണ്ട് രീതിയിലാവുന്നു. പിണറായി വിജയന്റെ കാര്യത്തിൽ തെളിവ് കണ്ടെത്തുന്നതിനുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന യുക്തിയല്ല മറ്റു കാര്യത്തിൽ KM മാണി സാറിന്റെ കാര്യത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. അവിടെയാണ് ആ ഇരട്ടത്താപ്പ് കേസിലെ രണ്ട് കേസിലെയും ആത്മാർത്ഥത രണ്ട് രീതിയിലാണ് എന്നുള്ള ചോദ്യം വരുന്നത്. ശ്രീ ടി സിദ്ദീഖ്, ഒന്ന്, ജയലളിതയെ അക്യൂറ്റ് ചെയ്തുകൊണ്ട് വെറുതെ വിട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. വീണ്ടും ജയലളിതയെ ജയിലിൽ അടയ്ക്കാനുള്ളതായിരിക്കുന്ന കോടതി വിധി വന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇവിടെ ഏതെങ്കിലും സമയത്തിന്റെ പരിമിതിയുണ്ട് ടി സിദ്ദീഖ്. ഞാൻ ഇപ്പൊ തന്നെ 2-3 കേസ് തന്നു, അതിനിടയിൽ കൂടി ജയലളിതയുടെ കേസ് കൂടെ കൊണ്ടുവരല്ലേ? അല്ല, ഞാൻ അതാ പറഞ്ഞത്, ജുഡീഷ്യൽ പ്രോസസ് ഓരോ കേസും എടുത്തോ. ഇവർ നടത്തുന്ന വൈരനിര്യാതന ബുദ്ധിയുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്യാറില്ല. ശ്രീ നായനാർ ഭരിക്കുമ്പോൾ, അച്യുതാനന്ദ ഭരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാക്ഷിയായിരുന്നു പാമോരിൻ കേസിൽ. ഇപ്പോ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു. പ്രതിയായോ? ഈ വൈരനിര്യാതന ബുദ്ധിയുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നത് LDFന്റെ ശൈലിയാണ്, ഞങ്ങളുടെ ശൈലിയല്ല, UDFന്റെ ശൈലിയല്ല. ഗോവിന്ദൻ മാസ്റ്റർ, എന്താണ് ഇതിനകത്ത് മറുപടി താങ്കൾ പറയുക? ഇനി CPM അങ്ങോട്ട് പറയുക. എന്തായാലും ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ UDF പറഞ്ഞു നടക്കാൻ പോകുന്നത്. അവരുടെ പ്രതിരോധവും നിങ്ങൾക്കെതിരെയുള്ള ആക്രമണവും നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ടോ? അല്ല, എനിക്ക് മറുപടി പറയാൻ സമയം തന്നിട്ടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ നീട്ടിയത്. നല്ലത് തന്നെ, കുഴപ്പമില്ല. കാരണം സിദ്ദീഖിനെ പോലൊന്നും പറയാനുണ്ടായിട്ടില്ല. ഞങ്ങളതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെ ഞങ്ങൾ അവജ്ഞയോടുകൂടി തള്ളി കളയുകയും ചെയ്യുകയാണ്. എന്നാൽ സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ല. ആ മറുപടി പറയാണ്ട് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, വികസന പ്രവർത്തനത്തിൻ്റെ ഭയങ്കരമായൊരു മലവെള്ള പാച്ചൽ തന്നെ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കിയെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ കണ്ണൂർ വരുമ്പോൾ ജാഥ വേണമെങ്കിൽ വിമാനത്ത് പോകാം, എറണാകുളത്ത് പോകുമ്പോൾ വേണമെങ്കിൽ അവിടെ മെട്രോയിൽ പോകാം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോകുമ്പോൾ കപ്പലിൽ പോകാം എന്നൊക്കെ പറയണ്ടായി. ഈ മൂന്ന് കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ മുമ്പ് തന്നെ ഈ മൂന്ന് കാര്യവും നടപ്പിലാക്കാനാവുമായിരുന്നു എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഒറ്റ ഉദാഹരണം പറയാം. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ EK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, ഇപ്പോഴല്ല, EK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് വിമാനത്താവളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒരു ഓഫീസ് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് കൊണ്ടുവരികയും കണ്ണൂരിൽ നിന്ന് ലാൻഡ് എക്വിസിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ച് എക്വിസിഷൻ നടപടി ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ AK ആന്റണിയുടെ ഗവൺമെൻറ് വന്നത്. ആ AK ആന്റണിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യം ചെയ്തത് എക്വിസിഷൻ നടപടിയെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ ഓഫീസ് പൂർണ്ണമായിട്ട് പൂട്ടി സീല് വെച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. യാതൊരു എക്വിസിഷൻ നടപടിയും പിന്നെ നടത്തിയില്ല. പിന്നീട് ഇവിടെ CPIM തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഫലപ്രദമായൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ചേർത്തുകൊണ്ടൊരു പ്രവർത്തനം, ഒരു പ്രക്രിയ ആരംഭിക്കുകയും തുടർന്ന് അങ്ങോട്ട് ഈ പ്രവർത്തനത്തിലേക്ക് പോവുകയും കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായിട്ട് ഒരു സ്കീം തയ്യാറാക്കി, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു നിലപാട് സ്വീകരിച്ച് ജനങ്ങൾക്ക് ആക്ഷേപമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അതിന് തുടർച്ചയുണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ ഈ കണ്ണൂരിൽ നിന്ന് വിമാനം പറന്നുയർന്നിട്ടുണ്ടാവുമായിരുന്നു. മെട്രോൻ്റെ ഭാഗമായിട്ട് മെട്രോ ചങ്ങല നടത്തിയവരാ ഞാനവിടെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മെട്രോ ചങ്ങല നടത്തിയിട്ട് സിദ്ദിഖിനെ പോലെ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പറയുമെന്ന് കരുതുന്നു. ഞാൻ സമയം തന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാം. നിങ്ങൾ പക്ഷേ എന്നെ അനുവദിച്ചിട്ടില്ല. എനിക്ക് മറുപടി പറയാനുള്ള സമയം തരാതെ കൊണ്ടാണ് ഞാൻ ഈ കാര്യം നേരത്തെ പറയാതിരുന്നത്. കാരണം സിദ്ദിഖ് ഇത് മൂന്നും പറഞ്ഞാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അവിടെ മെട്രോ ശ്രീധരനെ ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കളി കളിച്ച് അക്കൗണ്ട് തന്നെ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് മറ്റ് മേഖലയിലേക്ക്, മറ്റ് ജില്ലയിലേക്ക് മാറ്റി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊടുത്ത പണം പോലും ഉപയോഗിക്കാതെ നിലപാട് സ്വീകരിച്ചു. ആ സമീപനത്തിനെതിരായിട്ട് ശക്തിയായ ജനരോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്
പിന്നീട് അവസാനം ഗത്യന്തരമില്ലാതെ ശ്രീധരനെ ആ സംരംഭം ഏൽപ്പിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടത് ഇതും എത്രയോ മുമ്പേ പൂർത്തിയാവുമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഈ കേരളത്തിൽ തീർച്ചയായിട്ടും അതാണ് എന്തായാലും നവകേരള യാത്രയിൽ പറയുക. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇനിയും പറയാനുണ്ടെന്ന് എനിക്കറിയാം. ദയവായി എന്നോട് ക്ഷമിക്കുക ഗോവിന്ദൻ മാസ്റ്റർ. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങേക്ക് കിട്ടുന്ന ബലം ഇതിന് പരിഹാരമായി കാണണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ സിദ്ദിഖ്, ശ്രീ പി പി ജെയിംസ്, ശ്രീ കെ ജെ ജേക്കബ്. ചർച്ച അവസാനിക്കുന്നു.